വളരെ വരുത്തി സന്തോഷത്തോടെ ഹല്ലേലൂയാ, സ്നേഹത്തോട് പറയാമോ ഹല്ലേലൂയാ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് നമുക്ക് ഇന്ന് സന്ധ്യയിൽ നമുക്ക് തരുന്ന ഒരു പ്രത്യേക സന്ദേശം ശ്രവിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. നമുക്കറിയാം, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വിടുതൽ ഉണ്ടാകുന്നതായി ബൈബിൾ നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വചനം കേൾക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ വിടുതൽ ശുശ്രൂഷ പ്രാർത്ഥനയായി നടത്തുമ്പോഴും പാട്ട് പാടുമ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. സ്നേഹത്തോടെ പറയാമോ ഹല്ലേലൂയാ, വിശ്വാസത്തോടെ ഹല്ലേലൂയാ. എല്ലാ മേഖലയും ചിലർക്ക് നമുക്കറിയാം ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്ന ഈ പള്ളിയിൽ കാല് ചവിട്ടുമ്പോൾ കർത്താവിൻ്റെ ഒരു ഇടപെടലുണ്ടാവും. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാല് ചവിട്ടിയ സമയം തന്നെ ഒരിക്കൽ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. അതായത് ഒരു നമ്മുടെ തുമ്പമൺ പള്ളിയിൽ നിന്നാണ് ഇവിടെ വന്ന ഒരു മകള് വന്ന പ്രാർത്ഥന ഭർത്താവ് കൊണ്ടുവിട്ടിട്ട് പോകും. അപ്പോൾ അദ്ദേഹം പിന്നെ തിരിച്ചു കൊണ്ടുപോകാനും വരും. അപ്പോൾ മകള് വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. കുറേ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന ഒരു ജോലി വിദേശത്തിൽ. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, ചേട്ടൻ പള്ളി വരികയല്ല, ആരാധനയ്ക്കൊന്നും വരികയില്ല, നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാനേലും വരുമ്പോൾ ആ മകള് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങയുടെ ആലയമല്ലേ, ഈ പള്ളിയിലൊന്ന് കാലിയ വിട്ടുമല്ലോ. അങ്ങനെ ആഗ്രഹിച്ച് വന്ന് പള്ളിയിൽ കാല് ചവിട്ടി. ഈ മകളെ തിരിച്ച് വിളിച്ചുകൊണ്ട് 8:30 ചെല്ലുമ്പോൾ അവിടെ മൊബൈലിൽ കണ്ട ഒരു കാഴ്ചയാണ്, വിദേശത്ത് നിന്ന് തടസ്സപ്പെട്ട ജോലി തിരികെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ സന്തോഷത്തോടെ രണ്ടുപേരും കൂടെ വന്ന് സാക്ഷ്യം പറഞ്ഞൊരു കാര്യമൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചാണ്. അതായത് ചിലപ്പോൾ ദൈവം ഇടപെടുന്നത് ഈ പള്ളിയിൽ ഒന്ന് കാല് ചവിട്ടുമ്പോഴാണ്, ചിലപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നത്. ചിലപ്പോൾ ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. ചിലപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കെട്ടുകൾ ഇങ്ങനെ അഴിയുക. ചിലപ്പോൾ ഒരു കൈവപ്പ് പ്രാർത്ഥനയിലൂടെ ആയിരിക്കും ആ ഒരു വിടുതൽ നമ്മൾ പ്രാപിക്കുന്നത്. ചിലപ്പം കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി അങ്ങനെ പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞവരുണ്ട്. കുമ്പസാരത്തിൽ വന്ന് എല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു, ആ പീഡ അങ്ങോട്ട് വിട്ടുപോയെന്ന് പറഞ്ഞു. ഹല്ലേലൂയാ, സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്ന ആളുകളുണ്ട്. ഒരു കൊച്ചു പയ്യൻ, അവന് ബാംഗ്ലൂർ പഠിക്കാൻ പോവാം. അവൻ്റെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ രാത്രി 2 മണിക്ക് അപ്പനെ അമ്മയെ വിളിച്ചു പറഞ്ഞിട്ട് വീഡിയോ കോളിലൂടെ കാണിക്കും. എന്താ മോനെ ഇത്, കൈ മുറിച്ചേക്കുക. അവനങ്ങ് തോന്നുകയാണ് ജീവിതം മതിയാക്കുക, കൈ അങ്ങ് മുറിക്കുക. എന്നിട്ട് അപ്പനെ അമ്മ ഇവരിവിടെ വേവ് തിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അവനിങ്ങനെ മുറിയിൽ 3-4 പേരുണ്ട്. പക്ഷേ ഇവൻ്റെ കട്ടിലേ കിടന്നിട്ട് കൈ മുറിച്ചിട്ട് രാത്രി ഈ ഫോട്ടോ അയച്ചു കൊടുക്കുക. എനിക്ക് പടുത്ത് ഞാൻ പോവാ. ഇവർ കിടന്ന് കാറി കൂവി വിളിക്കുക. അങ്ങനെ തിരിച്ചു വരുത്തും. ഇവിടെ വന്ന് കൗൺസിലിംഗ് എല്ലായിടത്തും കൊണ്ടുപോകും. അവസാനം ഇങ്ങനെ ആരോ പറഞ്ഞ് കൊണ്ടുവന്നു. കുറേ നേരം സംസാരിച്ചു മനസ്സിലായി, ഇത് ഒരു മാനസിക വിഷയമൊന്നും അല്ല, ഇതൊരു തരം കെട്ടാണ്, ഒരു തിന്മയുടെ ഒരു കെട്ടാണ്. നമ്മൾ വിചാരിച്ചാൽ തീരുന്ന വിഷയമല്ല, സ്വർഗത്തിൻ്റെ ഇടപെടലുണ്ടാണ്. അവർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്ന് സന്തോഷം പങ്കിട്ടത് ഞാൻ ഓർക്കുകയാണ്. ആ മകന് വേണ്ടി ഇടയിൽ കൈവച്ച് വിടുതൽ പ്രാർത്ഥിച്ചു, ഡെലിവറൻസ് കൊടുക്കുക. പിന്നീട് ഒരിക്കൽ പോലും അവൻ്റെ മുഖം പിന്നെ തെളിയുക. ഇന്നവൻ ചെയ്യുന്ന ശുശ്രൂഷ, അവൻ്റെ കോളേജിലെ ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളെയും വൈകിട്ട് 7 മണിക്ക് വിളിച്ച് വട്ടത്തിലിരുത്തി വചനം വായിച്ചിട്ട് വചന ശുശ്രൂഷ നടത്തുന്ന ഒരു കുഞ്ഞായിട്ട് കർത്താവ് അവനെ ഉയർത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവം തരുന്ന അവസരങ്ങളെ പൂർണ്ണമായ മനസ്സോടെ ശക്തിയോടെ നമ്മളത് നിറവേറ്റണം. ഹല്ലേലൂയാ. അതുകൊണ്ട് ഇങ്ങനൊന്നും പറഞ്ഞാൽ പോരാ, ശക്തമായിട്ട് ദൈവത്തെ തീക്ഷ്ണതയോടെ ആരാധിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം
ലോകത്തിൽ നമുക്ക് ചില ആളുകളിൽ നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർ മാത്രമല്ല, മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ കാണുന്നവരുണ്ട്, ഈ ചിലവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഇന്നത്തെ സുവിശേഷം. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് തരത്തിലുള്ള ആളുകളെ നമ്മൾ പ്രത്യേകിച്ച് ഈ ദൈവിക സംവിധാനങ്ങളെ എതിർക്കുന്ന രണ്ട് രീതി, അതായത് നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ തളർച്ച വരാൻ സാധ്യതയുള്ള രണ്ട് തരത്തിലുള്ള ആൾക്കാരെ ഞാനൊന്നുകൂടെ പറയാം. അതായത് നമ്മൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് സ്പിരിച്വൽ ബീയിങ്സ്, ആത്മീയ ജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ട്. ആത്മീയ മണ്ഡലത്തിൽ ഉണർന്നു നിൽക്കുന്ന അവർക്കറിയാം ആത്മീയ ജീവിതത്തിൽ വളരെ ഉണർവുണ്ട്, തീക്ഷ്ണതയുണ്ട്, ദൈവസ്നേഹമുണ്ട്, ഈശോ എന്ന് പറഞ്ഞ കണ്ണു നിറയും. അങ്ങനെ ആത്മീയ മണ്ഡലത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ കിട്ടും. അവർ മുടക്കമില്ലാതെ പ്രാർത്ഥിക്കും, ബലിയർപ്പിക്കും, അവർ വിശുദ്ധ കുമ്പസാരം നടത്തും. അവർ ഔദാശികമായ ഒരു പിന്തുടർച്ചയുള്ളവരാണ്. ശ്ലൈഹികമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ട്. തിരുസഭയോട് ചേർന്ന് അവർ ജീവിക്കും. അങ്ങനെ ഒരു ആത്മീയ മണ്ഡലത്തിൽ ഉണർവുള്ള കൃപയുള്ള ആൾക്കാരുണ്ട്. അതാണ് ആത്മീയരായ ആൾക്കാർ. എന്നാൽ ഒരു ഇരുള് വീണ ആൾക്കാരുണ്ട്. ഇരുള് വീണ അന്ധകാരത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. ഈ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ അന്ധകാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണേ. ഈ അന്ധകാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. അതായത് ഈ സ്പിരിച്വൽ അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇങ്ങനെ സ്പിരിച്വൽ, പക്ഷെ അവരുടെ മനസ്സിലെപ്പോഴും ഇരുട്ടാണ്. ഈ ദൈവികമായ ഒരു വെളിച്ചമില്ല. ദൈവിക കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താലും അവരുടെ തലയിലോട്ട് അത് കയറുകയില്ല. അങ്ങനെ ബുദ്ധിയിൽ ഇരുള് വ്യാപിച്ച ആളുകളുണ്ട്. അവർ രണ്ടായിട്ടാണ് ബൈബിൾ തിരിക്കുന്നത്. രണ്ട് സംഭവങ്ങളിലൂടെ അവരുടെ രണ്ട് നേച്ചർ. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ ഈ ഒരു നമ്മുടെ ലൈവ് ശുശ്രൂഷയൊക്കെ അവർക്ക് അയച്ചു കൊടുക്കാനും ദൈവമേ അവരുടെ ഈ ഇരുള് വീണ മണ്ഡലത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ, സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതില് ഈ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച ആത്മീയ മണ്ഡലത്തിൽ ഇരുള് വീണ ദൈവത്തെക്കുറിച്ചോ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചോ കൂദാശ ജീവിതത്തെക്കുറിച്ചോ സ്വാഭാത്മക ജീവിതത്തെക്കുറിച്ചോ ഈ ശ്ലൈഹിക ശുശ്രൂഷകളെക്കുറിച്ചോ കുമ്പസാരത്തെക്കുറിച്ചോ കുർബാനയെക്കുറിച്ചോ ഒന്നും അർത്ഥമറിയാതെ പോകുന്ന ആളുകൾ. എന്നാൽ അതിനകത്ത് കിടക്കുകയും ചെയ്യാം. അത് എല്ലാവരിലും ഉണ്ട്. വൈദികരിലുണ്ട്, സന്യസ്തരിലുണ്ട്, നമ്മൾ ദൈവമക്കളിലുണ്ട്. ഇങ്ങനെ ഒരു ഇരുളം വീണ് അടിമത്തങ്ങളിൽ കഴിയുന്ന ആളുകൾ. അപ്പം അവരുടെ രണ്ട് സ്വഭാവത്തെക്കുറിച്ചാണ് ബൈബിൾ നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ പാഠം നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പാഠമാണ്. നമ്മളത് നമ്മുടെ MCMന്റെ പന്തളം ജില്ലാ സെക്രട്ടറി അല്ലേ ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. തുടർന്ന് 17-ാം വാക്യവും നമ്മൾ വായിക്കും. ശ്രദ്ധിക്കണേ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിനും ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയിലെല്ലാം നിങ്ങൾ ഓർക്കണം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്
മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴുകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല. പിതാവ് പുത്രൻ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ. അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മാർഗത്തിലൂടെ ചരിച്ചും അവിടുത്തെ ഭയപ്പെട്ടും അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ അരുവികളും ഉറവകളും മലകളും താഴ്വരകളിലും പൊട്ടിയൊഴുകുന്ന പ്രവാഹങ്ങളുമുള്ള ഒരു നല്ല ദേശത്തേക്കാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഗോതമ്പും ബാർലിയും മുന്തിരിച്ചെടിയും അത്തിവൃക്ഷങ്ങളും മാതള നാരകങ്ങളും ഒലിവ് മരങ്ങളും തേനുമുള്ള ദേശമാണത്. അവിടെ നിങ്ങൾ സുഭിക്ഷമായ അപ്പം ഭക്ഷിക്കും. നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അവിടെയുള്ള കല്ലുകൾ ഇരുമ്പാണ്. മലകളിൽ നിന്ന് ചെമ്പ് കുഴിച്ചെടുക്കാം. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെ പ്രതി ദൈവമായ കർത്താവിനെ സ്തുതിക്കണം. 13-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റു സകലത്തിനും സമൃദ്ധിയുണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. 17-ാം വാക്യം. എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈ ഇരുളു വീണ ആത്മീയതയിൽ ഇരുളു വീഴാൻ സാധ്യതയുള്ള ഒരു മേഖലയെക്കുറിച്ച് ബൈബിൾ തുടക്കത്തിലേ പറയുകയാണ്. നമ്മൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആത്മീയ മണ്ഡലത്തിൽ ഉണർവുള്ളവർ ആത്മീയ മണ്ഡലത്തിൽ എന്നും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ സ്നേഹിച്ച് എളിമപ്പെട്ടൊക്കെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ആത്മീയ മണ്ഡലത്തിൽ ഇരുള് വീണ് ജീവിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു അപകടമാണ്, ശ്രദ്ധിക്കണേ, എല്ലാ സമൃദ്ധിയും ഉള്ള കാനാൻ ദേശത്തെത്തി കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പാലും തേനും ഒഴുകുന്ന വലിയ സമൃദ്ധിയുള്ള ദേശത്തെത്തി കഴിയുമ്പോൾ, പണ്ട് കോഞ്ഞാട്ടം പിടിച്ചൊക്കെ ജീവിച്ചതാണ്, ഒന്നുമില്ലായിരുന്നു, കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരവസ്ഥയിലൊക്കെ ജീവിച്ചൊരു കാലമുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, എല്ലാം ദൈവം തന്ന് സമൃദ്ധമാക്കി. അതാണ് നമ്മൾ വായിച്ചത്, അല്ലേ? കാനാൻ നാട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും സമൃദ്ധി. അവിടുത്തെ ചെമ്പ് കുഴിച്ചെടുക്കാം, അവിടെ കല്ലുകൾ പോലെ ഇരുമ്പുണ്ട്, അവിടെ സമൃദ്ധിയുടെ ഇടമാണ്, പാലും തേനും എന്ന് പറഞ്ഞാൽ എല്ലാം ഭൗതിക തലത്തിൽ. അവിടെ നിങ്ങൾ ചെന്നിട്ട് വീട് വെച്ച് താമസിക്കും. അവിടെ വചനം ഒന്ന് വായിക്കേ, 11-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അടുത്ത വചനം. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും. നല്ല വീടുകൾ പണിത് നിങ്ങൾ അവിടെ താമസിക്കും. നല്ല വീട്, പണ്ടുണ്ടായിരുന്ന ഓലപ്പുരയൊന്നും അല്ല, ഇപ്പൊ നല്ല വീടാണ്. ആ വീട്, അതിൻ്റെ മണ്ടയ്ക്ക് വീട്, അങ്ങനെ അതിൻ്റെ മുകളിൽ വലിയ ഷീറ്റ്, അങ്ങനെയൊക്കെ ഇട്ട് ആ വീട്ടിലെല്ലാം എ സിയൊക്കെ വെച്ച് നല്ല 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 സെറ്റപ്പായി നമ്മളെല്ലാം. അങ്ങനെ നല്ല വീടുകൾ പണിത് താമസിക്കുന്നു. എന്നിട്ട് നമ്മുടെ ആടുമാടുകൾ പെരുകി, വെള്ളിയും സ്വർണവും വർദ്ധിച്ചു. പണ്ടൊരു പൊന്നുപോലും ഇല്ല, കാതടഞ്ഞു പോകാതിരിക്കാൻ ഈർക്കിൽ കുത്തിക്കൊണ്ട് നടന്നതാണ്. ഇപ്പോൾ അതൊന്നും അല്ല അവസ്ഥ. ഇന്ന് എത്ര എണ്ണം വേണേൽ ലോക്കറി വെച്ചിട്ടുണ്ട്, കൂടാതെ കഴുത്തിലുമുണ്ട്, കാതിലുമുണ്ട്. അങ്ങനെ സമൃദ്ധി. മാത്രമല്ല, നമ്മുടെ കർത്താവ് നമ്മളെ ഭക്ഷണമായി നമുക്ക് തന്ന നമ്മുടെ ഫ്രൂട്ട്സിനെ കുറിച്ച്, ഗോതമ്പ്, ബാർലി, മുന്തിരിച്ചെടി, അത്തിവൃക്ഷം, മാതള നാരകം, ഒലിവ് മരം, തേന്, ഇതെല്ലാം ഉള്ള സമൃദ്ധിയുടെ ദേശം. ഇപ്പം ദൈവം നമുക്ക് ഒന്നിനും ഒരു പഞ്ഞമൊന്നും വരുന്നില്ല. അങ്ങേങ്ങാട്ട് ഇച്ചിരി കടമൊക്കെ ഉണ്ട്, എന്നാലും ദൈവം ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം സെറ്റാക്കാനുള്ള പിള്ളേരെ എല്ലാം ഒരു ലെവലിൽ എത്തിച്ചു. അപ്പോഴിങ്ങനെ ദൈവം സമൃദ്ധി തരുമ്പോൾ പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ഈ ആത്മീയ മണ്ഡലത്തിൽ ഉണരാത്തവരെന്താകുമെന്നറിയാവോ? ഈ സമൃദ്ധിയുടെ 17-ാം വാക്യം വായിച്ചേ. എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. ഹൃദയത്തിൽ ഒരു ചിന്ത വരും. എന്താണെന്നറിയാമോ? ഇതെന്റെ കഴിവാണ്, ഞാൻ അധ്വാനിച്ചു, ഞാൻ ജോലി ചെയ്തു, ഞാൻ ഡിഗ്രി നേടി, എനിക്ക് ജോലി കിട്ടി, ഞാൻ റിട്ടയർ ചെയ്തു, ഇപ്പൊ പെൻഷനുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ട്, ബുദ്ധിപൂർവ്വം ഇടപെട്ടതുകൊണ്ട്, ഞാൻ എൻ്റെ പിള്ളേരെ ഇങ്ങനെ വഴിക്ക് വിട്ടതുകൊണ്ട് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു. ഇത് ഞാൻ. ഇതാണ് ഇരുള് വീഴുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ചിന്ത. ഇതെന്റെ മെച്ചമാണ്. ഈ കാനാൻ ദേശം, ഈ സമ്പത്ത്, ഈ സമൃദ്ധി, ഇതൊരു വലിയ പ്രലോഭനമാണ്. എന്താണെന്നറിയാമോ? ദൈവമില്ലെങ്കിലും കുഴപ്പമില്ല. ഹല്ലേലൂയ. സ്നേഹിതരോട് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ഞാൻ പള്ളിയിൽ പോവും, എല്ലാവരും കൂടെയൊക്കെ നടക്കും, എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. അങ്ങനല്ല സ്നേഹമുള്ളവരെ. അന്ധകാരത്തിന്റെ ആദ്യത്തെ പടി ദൈവമില്ലേലും കുഴപ്പമില്ല എന്നൊരു ചിന്ത നമ്മളെ കീഴടക്കാൻ ഇടവരും. അങ്ങനെ ഒരു ചിന്ത വന്നാൽ പ്രിയപ്പെട്ടവരൊരു മരുന്ന് പറഞ്ഞു തരികയാണ്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം വായിക്കണം. ഞാൻ അധ്വാനിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് എനിക്ക് എൻ്റെ ചിന്തയിൽ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. ഇത് ദൈവം ഇല്ലേലും ഞാൻ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെട്ടത് കൊണ്ട് ഞാനിപ്പം അനുഭവിക്കുന്നു. ഇതെൻ്റെ കയ്യിലുള്ള കഴിവാണ്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം പറയാണ്, അങ്ങനെ ചിന്തിച്ച് നീ നിന്റെ ദൈവത്തെ മറക്കാതിരിക്കാൻ നിനക്ക് ഓർമ്മയുണ്ടാവണം. കാരണം എന്താ പറയുക? മറവി അവിശ്വസ്തത കൊണ്ടുവരും. അതെല്ലാ രീതിയിലും മറവി. മറന്നുപോയോ, വന്ന വഴി മറന്നുപോയോ, അവിശ്വസ്തത വരും, അവിശ്വസ്തരാകും. ദൈവത്തോട് വിശ്വസ്തത നഷ്ടപ്പെടും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രലോഭനത്തെ ചെറുക്കാനുള്ള വഴി ഏത്? ഈ പ്രലോഭനം, ദൈവത്തെ മറക്കാനുള്ള പ്രലോഭനം. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് ഓർമ്മയുണ്ടാവണം. എന്തുകൊണ്ടാവണം? ബേസിൽ ഓർമ്മയുണ്ടാവണം. അതായത് പഴയ നിയമത്തിലെ ഓർമ്മയെന്ന് പറയുന്നത് അവര് ഈ ചെങ്കടൽ കടന്നത് ഓർക്കണം. മന്നയും കാടപ്പക്ഷിയും അവർക്ക് ദൈവം ഒന്നുമില്ലായിരുന്നു. ദൈവമല്ലാതെ, ദൈവത്തെ വിളിക്കല്ലാതെ. കാരണം ചുറ്റും ശത്രുക്കള്, മണലാരണ്യം, തീക്കാറ്റ്, ഊഷരഭൂമി, വെള്ളമില്ല. ഈ പിള്ളാരെ മൃഗണിയെ എല്ലാത്തിനെയും വലിച്ചെടുത്തോണ്ട് ഇങ്ങനെ നടക്കും. 40 വർഷം ഈ സീനാമലയുടെ ചുറ്റും ഇങ്ങനെ നടക്കുക, അലഞ്ഞു നടക്കുക. മണൽക്കാറ്റ് എന്തുവാ എങ്ങോട്ടാന്ന് ഒരു പിടുത്തമില്ല. ഈ ദൈവമല്ലാതെ. അങ്ങനൊരു കാലം നമുക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ടവര്. അങ്ങനൊരു കാലം നമുക്കുണ്ടായിരുന്നു. അത് മറക്കരുത്. നമ്മുടെ മാതാപിതാക്കൾ ഒഴുക്കിയ കണ്ണുനീര്, പൊള്ളുന്ന കണ്ണുനീര്, അത് കാണാൻ ദൈവം ഇടവരുത്തിയിട്ടുണ്ട്. അത് മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഈ ദേശത്ത് വന്ന് അലഞ്ഞ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഈ മണ്ണിനെ പൊന്നാക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവര് മുണ്ടു മുറുക്കി കൊടുത്ത് നമ്മളെ നടത്തിയ വഴികൾ മറക്കരുത്. മറവി വന്നോ അവിശ്വസ്തരാകും. ഇത് ഈ കുടുംബങ്ങളിൽ എല്ലാ വിവാഹമോചനങ്ങൾ, വഴക്കുകൾ, വീട്ടിൽ കലഹങ്ങൾ, മാതാപിതാക്കളെ അവഗണിക്കുന്നത്, ഇതിന്റെ എല്ലാം കാരണം എന്താണെന്നറിയാമോ? ഈ അഹങ്കാരത്തിന്റെ എല്ലാം കാരണം എന്താണെന്നറിയാമോ? ഞാനാണ് എൻ്റെ ജീവിതത്തെ ഇത്ര ആക്കിയത്. ഇതാണ് ചിന്ത. പ്രിയപ്പെട്ടവരെ, ദൈവം കൈ പിടിച്ച് ഇങ്ങനെ പൊക്കിയെടുത്ത് സൂക്ഷിച്ച് മടിയിൽ വെച്ച് വളർത്തിക്കൊണ്ടുവന്നതാ. പുള്ളും മരുന്നും കൊണ്ടുപോകാതെ ദൈവം കൈ പിടിച്ചുകൊണ്ട് നടന്ന നമ്മുടെ ജീവിതത്തെ.
ഒരുപാട് അപകടങ്ങളിൽ ചെന്ന് ചാടാമായിരുന്നു, ഒരുപാട് മരണങ്ങളിൽ ചെന്ന് പെടാമായിരുന്നു, ഒരുപാട് വിഷം ഉള്ളിൽ ചെല്ലാമായിരുന്നു. ദൈവം തട്ടിക്കളഞ്ഞ. കഴിഞ്ഞിടയ്ക്ക് രമ്മച്ചി വന്നു പ്രാർത്ഥിക്കാൻ വന്നു. നോക്കിയപ്പോൾ ഈ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ 2-3 തവണ ചുറ്റിയൊക്കെ ഇങ്ങനെ വന്നിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ആരായി നിൽക്കുന്നേ? നോക്കിയപ്പോൾ ദേ മുഖം എല്ലാം കൂടെ വീങ്ങി, കണ്ണൊന്നും കാണത്തില്ല, ഒരു കണ്ണൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കാണും, എല്ലാം കൂടി ഇങ്ങനെ നീര് വെച്ച് ഇങ്ങനെ തലയെല്ലാം കൂടെ മത്തങ്ങ കണക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. തണ്ണി മത്തങ്ങ തോടിങ്ങനെ ചോദിച്ചാണ്. ഞാൻ ചോദിച്ചു, ഇതാര്? റോഷമാമയാണെന്ന് പറഞ്ഞു. റോഷമാമ. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? അത് ഇന്നലെ രാത്രി ഏതോ ഒരു പുഴു വന്ന് സ്നേഹിച്ചിട്ട് പോയതാന്ന് പറഞ്ഞു. ഏതോ ഒരു പുഴു ഇങ്ങനെ ഒന്ന് സ്നേഹിച്ചിട്ട് പോയ. രാവിലെ നോക്കിയപ്പോൾ ഹെൽമെറ്റ് വെച്ച കണക്കിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനന്തമായ സംരക്ഷണം ഈ രാത്രി ചെന്ന് കിടക്കുമ്പോൾ, അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെന്ന് കയറുമ്പോൾ എന്തുമാത്രം വിഷജീവികൾ എഴഞ്ഞിങ്ങനെ രാത്രി വരും. നമ്മൾ കിടന്ന് ഉറക്കം ഇത് എഴഞ്ഞ് വരും. അപ്പോൾ ദൈവം നോ അങ്ങോട്ട് പോകും, എൻ്റെ ചെറുക്കം കിടന്നുറങ്ങാം, ദിസ് വേ ദാറ്റ് വേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടും. ഈ വരുന്ന പാമ്പിനെ, ഈ അട്ടയെ പുഴുവൻ, ദാറ്റ് വേ നോ യു ഗോ കൊച്ചുറങ്ങ. കുഞ്ഞുങ്ങളെ, ഇതുപോലെ സംരക്ഷിച്ച് കൊണ്ടു നടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ ചളുക്കും ചതവും ഒക്കെ ഉണ്ടാവും. എന്നാലും പൊന്നുപോലെ കൊണ്ടു നടക്കുക. ഇങ്ങനെ ദൈവം കൊണ്ടു നടന്നിക്കുമ്പോ, ഇതെല്ലാം കഴിഞ്ഞ് ഒരു ലെവലാകുമ്പോ ദൈവം വേണ്ട, ഞാൻ മതി, ദൈവത്തെ മറക്കാൻ സാധ്യത. ഇതാണ് ആത്മീയ അന്ധതയുടെ ഒരു നേച്ചർ. അതുകൊണ്ട് ദൈവം പറയാണ്, മക്കളെ ഓർമ്മയുണ്ടാകണം. പഴയ നിയമത്തിലാണെങ്കിൽ ദൈവം വഴി നടത്തിയ, മരുഭൂമിയിലൂടെ നടത്തിയ വഴികളെ ഓർക്കണം. പുതിയ നിയമത്തിലാണെങ്കിൽ നിന്റെ കർത്താവ് യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ നീ ഓർക്കണം, ഞാൻ ഓർക്കണം. ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന് നമ്മളെ നടത്തി ഇങ്ങനെ ഇത്രയും വളർത്തിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഓർമ്മയുണ്ടാകണം. ഓർമ്മ ഇത് നശിച്ചു പോകരുത്. ജീവിതത്തിലെ ഏറ്റവും വലിയ അവിശ്വസ്തത എന്ന് പറയുന്നത് മറവിയാണ്. മാതാപിതാക്കളെ മറക്കരുത്, ചവിട്ടി നിൽക്കുന്ന മണ്ണ് മറക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച്, അവള് ചാറ്റ് ചെയ്ത് അങ്ങ് കോയമ്പത്തൂർക്ക് അപ്പുറത്തുള്ള ആരാണ്ടെ കണ്ടെത്തിയിട്ട് പറഞ്ഞു, ഞാൻ നോക്കിയത് എഡ്യൂക്കേഷൻ മാത്രമാണെന്ന് പറഞ്ഞു. ഇപ്പൊ എഡ്യൂക്കേഷനിൽ ഏറ്റവും നല്ല ആളിനെ കണ്ടെത്തി എന്നാണ് അവൾ പറയുന്നത്. എഡ്യൂക്കേഷൻ കണ്ടെത്തി, ബാക്കിയെല്ലാം മറന്നു. ഈ പാവപ്പെട്ട അപ്പനെ അമ്മയെ മറന്നു. ഈ വല്യപ്പൻ ഒരു ആക്സിഡന്റ് മരിച്ചപ്പോൾ ആ കിട്ടിയ ക്ലെയിം കൊണ്ട് ഈ കൊച്ചിനെ പഠിപ്പിച്ചു. അത് മറന്നു, എല്ലാം മറന്നു. സ്നേഹമുള്ളവരെ, ഇത് ഇരുള് വീഴുന്നതിന്റെ അടയാളമാണ് മറവിയുണ്ടാകുക. മറക്കരുത്. ഒരു തരം പറഞ്ഞേ ഹല്ലേലൂയാ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ പ്രലോഭനത്തെ, ഈ ആത്മീയ അന്ധതയെ ചെറുക്കാനുള്ള ആദ്യത്തെ വഴിയാണ്, ദൈവമേ എൻ്റെ ഓർമ്മകൾ തിരിച്ചു തരണേ. വല്ലപ്പോഴും ഒക്കെ എൻ്റെ പഴയ എൻ്റെ അപ്പച്ചനെ, അമ്മച്ചിയെ, മുത്തശ്ശനെ, മുത്തശ്ശിയെ, എൻ്റെ പ്രിയപ്പെട്ട എന്നെ ഇത്രത്തോളം എത്തിച്ച എൻ്റെ പഴയ വീട്, അതൊക്കെ എനിക്കൊന്ന് ഓർമ്മ തരണേ കർത്താവേ. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ പറഞ്ഞു തരുന്ന പഴയ പാഠങ്ങളൊക്കെ അതിൻ്റെ ചാരുതയോടെ മനസ്സിലാക്കാൻ എനിക്കൊരു ഓർമ്മ ശക്തി തരണേ കർത്താവേ. എൻ്റെ ദൈവം എന്നെ അപകടങ്ങളിൽ സംരക്ഷിച്ചത്, എനിക്ക് ചെയ്തു തന്ന വലിയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഒരു കൃപ തരണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ, ഉറക്കെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. ഓർമ്മശക്തിയാൽ ഓർമ്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ വിവേകവും അങ്ങയുടെ വിവേകവും അറിവും അറിവും ഓർമ്മശക്തിയും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ബുദ്ധിശക്തിയും എനിക്ക് നൽകണമേ. എനിക്ക് നൽകണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇപ്പോൾ ഒന്നാമത്തെ പാഠം ഇതാണ്. നമ്മള് ദൈവത്തെ അങ്ങോട്ട് മറക്കരുത്. ദൈവത്തെ ഓർമ്മയുണ്ടാകണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കായി ചെയ്തത് നിങ്ങൾ ഓർമ്മിക്കുവിൻ. അപ്പമെടുത്തവൻ കണ്ണുകൾ ഉയർത്തിയിട്ട് എന്താ പറഞ്ഞേ? ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവൻ ആഗ്രഹിക്കുന്ന അതാ, മക്കളെ എന്നെ മറക്കരുത്. മരിക്കാറാകുമ്പോൾ അവൻ പറഞ്ഞതാണ്, മക്കളെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രലോഭനം നിങ്ങൾ ദൈവത്തെ മറക്കും. ദൈവത്തെ മറക്കുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിന്റെ വചനം മറക്കും. ദൈവമാണ് നമ്മളെ നടത്തുന്നത്. ഈ ലോകത്തിലെ അപ്പം ഭക്ഷിച്ച് അവസാനം നമ്മൾ വിചാരിക്കുക അപ്പം മാത്രം മതി എന്ന് ഞാൻ ഉണ്ടാക്കുന്ന. പക്ഷെ ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടുകൂടിയാ ജീവിക്കുന്നത്. ഇന്ന് യൂറോപ്പിലൊക്കെ അവർ ഈ അപ്പം മാത്രം ഭക്ഷിച്ച് ഭൗതിക സുഖങ്ങൾ ഇങ്ങനെ എല്ലാം ആവുന്നത്ര ആസ്വദിച്ച് ഇപ്പൊ അവർക്ക് മനസ്സിലായി പള്ളി വേണം. കുറേ ഇടത്തെങ്കിലും മനസ്സിലായിട്ടുണ്ട്, നമ്മൾ കൂട്ടായ്മയായിട്ട് നിന്നില്ലെങ്കിൽ ശരിയാകുകയില്ല, നമുക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ ശരിയാകുകയില്ല. ഇപ്പോ പള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാർ ഒരു തിരികെ വരാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടുകൂടിയാ ജീവിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ കാര്യം ഇവിടെ കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കാം. ദൈവത്തോട് പടവെട്ടും, ദൈവത്തെ എതിരിടും. അതാണ് ഈ ആത്മീയ മണ്ഡലത്തിലെ ഈ അന്ധത വീണ ആളുകാര് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ മറക്കും, വന്ന വഴി മറക്കും. എന്നിട്ട് ഞാനാണ് എല്ലാത്തിൻ്റെയും അധിപൻ എന്നുള്ള രീതി അഹങ്കരിച്ച് ജീവിക്കും. ഞാനില്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ആളുകളായിട്ട് മാറും. ദൈവത്തെ മറക്കും. രണ്ടാമത്തെ കാര്യം, ദൈവത്തോടങ്ങ് അകാരണമായിട്ട് അങ്ങ് മല്ലിടും, ചുമ്മാ അങ്ങ് എതിർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പലതരപ്പെടുത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാൻ നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 5-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിയമോപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയേൽ എന്ന ഫരിസേയൻ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ചു സമയത്തേക്ക് പുറത്തു നിർത്താൻ ആവശ്യപ്പെട്ടു. അനന്തരം അവൻ പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ, ഈ മനുഷ്യരോട് എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. കുറെ നാളുകൾക്ക് മുൻപ് താൻ ഒരു വലിയവനാണെന്ന ഭാവത്തിൽ തെവുദാസ് രംഗപ്രവേശം ചെയ്തു. ഏകദേശം 400 പേർ അവന്റെ കൂടെ ചേർന്നു. എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവന്റെ അനുയായികൾ ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു. അനന്തരം കാനീഷുമാരിയുടെ കാലത്ത് ഗലീലിയനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറെ പേരെ ആകർഷിച്ച് അനുയായികളാക്കി. അവനും നശിച്ചുപോയി, അനുയായികൾ തൂത്തെറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കൂ. കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും, മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. അവർ അവന്റെ ഉപദേശം സ്വീകരിച്ചു. അവർ അപ്പോസ്തലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിനു ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി
അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആദിമ സഭയിലെ ഒരു സംഭവം. ആദ്യമേ നമ്മൾ കണ്ടത് പഴയ നിയമത്തിലൊരു സംഭവമാണ്. ദൈവം ദാനം ദേശത്തേക്ക് ജനത്തെ നയിച്ചിട്ടും അവർക്കെല്ലാം കിട്ടിയിട്ടും അവർ ദൈവത്തെ മറന്നു. മറവിയാണ് അശ്രദ്ധ കൊണ്ടുവരുന്നത്. മറവിയാണ് നമുക്ക് അവിശ്വസ്തത കൊണ്ടുവരുന്നത്. ദൈവത്തെ മറക്കരുത്, വന്ന വഴി മറക്കരുത്. ഇപ്പം അന്ധകാരത്തിൽ വീഴാനുള്ള സാധ്യത ദൈവത്തെ മറക്കാനുള്ള കാരണം കൊണ്ടാണ്. രണ്ടാമത് പറയുന്നത്, അതായത് പുതിയ നിയമത്തിലൊരു സംഭവം, ആദിമസഭയിൽ നടന്നൊരു സംഭവം. അതായത് അവിടെ ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സുപ്രസിദ്ധനായ ഒരു യഹൂദ റബ്ബി ആയിരുന്നു ഗമാലിയേൽ. ഗമാലിയേൽ ദ എൽഡർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപ്പം നമുക്ക് ഈ ചരിത്രമൊക്കെ മനസ്സിലാകുന്ന ബൈബിളിലെ മാത്രമല്ല, ബൈബിളിൽ ഈ സംഭവമുണ്ട്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 2 പുസ്തകങ്ങളാണ് ദ ബാറ്റിൽ ഓഫ് ജ്യൂസ് എന്ന് പറഞ്ഞ യഹൂദരുടെ യുദ്ധം, അതുപോലെ ദ ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ്, യഹൂദരുടെ പൗരാണികത. ഈ 2 പുസ്തകങ്ങൾ എഴുതിയത് ജോസെഫുസ് ഫ്ലാവിയൂസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനാണ്. AD 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈശോയുടെ സമകാലികനായിരുന്ന ഒരു യഹൂദ റബ്ബിയായിരുന്നു. ഈ യഹൂദ ചരിത്രകാരനായിരുന്നു ജോസെഫുസ് ഫ്ലാവിയൂസ്. അപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ നിന്ന്, വലിയ പുസ്തകമാണ്, ആ പുസ്തകങ്ങളിൽ നിന്നാണ് അന്നത്തെ കാലത്തെ ചരിത്ര പശ്ചാത്തലവും ആളുകളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിവരണങ്ങൾ കിട്ടുക. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഗമാലിയേലിനെ ആളുകൾ വിളിച്ചിരുന്നത് ഒരു പ്രസിദ്ധനായ ഒരു ടീച്ചറായിരുന്നു. ഗമാലിയേൽ ദ എൽഡർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വലിയ ഒരു റബ്ബിയായിരുന്നു. ദ ഗ്രേറ്റ് ഗമാലിയേൽ ഫസ്റ്റ് എന്നാണ്, അതല്ലെങ്കിൽ ഗമാലിയേൽ 1-ാമൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹം, നമുക്കറിയാം, യഹൂദരുടെ കോടതിയാണ്. 72 പേരുടെ ജഡ്ജിമാരുടെ ഒരു സംഘമാണ് സെൻഹദ്രിൻ സംഘം. സെൻഹദ്രിൻ സംഘമൊക്കെയാണ് ഈശോയെ വിധിക്കുന്നത്, ഈശോയെ മരണത്തിനൊക്കെ വിധിക്കുന്നത്. അപ്പൊ ഈ സെൻഹദ്രിൻ സംഘത്തിലെ ഒരു അംഗമായിരുന്നു ഈ ഗമാലിയേൽ. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ, ഈ ഗമാലിയേൽ എന്ന വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവം പ്രതിഫലം നൽകുന്നു എന്നാണ്. ഗോഡ് റിവാർഡ്സ്, ദൈവം പ്രതിഫലം നൽകുന്നു എന്നാണ് ആ വാക്കിന്റെ ഗമാലിയേൽ. എന്താണ് ജോല് ഗമാലിയേൽ എന്ന് പറഞ്ഞ? ഇവിടെ ശ്രദ്ധിക്കണേ, ദൈവം പ്രതിഫലം തരുന്നു, ദൈവം പ്രതിഫലം തരും. അപ്പൊ അദ്ദേഹം വലിയൊരു ജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തെ ഹെറോദേസ് അഗ്രിപ്പ 1-ാമനും ഹെറോദേസ് അഗ്രിപ്പ 2-ാമനും, ഈ രാജാക്കന്മാരൊക്കെ ഉപദേശം സ്വീകരിച്ചിരുന്ന ആളാണ് ആര്? ഗമാലിയേൽ. അപ്പൊ അത്ര വലിയ ഒരു ടീച്ചറായിരുന്നു, ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയും കൂടെയാണ്. അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു ഇഷ്യൂ ഉണ്ടായി. യഹൂദരെല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞു, സ്ലീഹന്മാരോട് പറഞ്ഞു, മേലാൽ യേശുവിന്റെ നാമം ഇവിടെ പ്രഘോഷിച്ചു പോരുത്, മിണ്ടി പോരുത്. ഉടനെ പത്രോസ് പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുന്നവരാ ഞങ്ങള്, മനുഷ്യനെ അല്ല, നമ്മൾ പോയി പണി നോക്കാൻ പറഞ്ഞു. ഉടനെ ഇവരെ എല്ലാം കൂടെ പിടിച്ച് അങ്ങ് വന്നേക്കാമെന്നൊക്കെ കരുതി ആലോചന കൂടിയപ്പോ സെൻഹദ്രിന്റെ ഈ ഗമാലിയേൽ എഴുന്നേറ്റിട്ട് പറഞ്ഞ കാര്യമാണ്, മക്കളെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വെറുതെ എന്തിനാ നിങ്ങൾ ഈ വയ്യാവേലി ഏറ്റെടുക്കുന്നേ? നിങ്ങള് ഒരു ചരിത്രം പഠിച്ചിട്ടില്ലേ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 2 പേര് ഈ യേശുവിനെ പോലെ മുന്നോട്ട് വന്ന 2 നേതാക്കന്മാരുണ്ട്. ഒരു നേതാവിന്റെ പേര് തെവുദാസ് എന്നാണ്. ക്രിസ്തുവർഷം 46 തെവുദാസ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം ജലത്താൽ ഒഴുകുന്നവനെന്നാണ്. തെവുദാസ്, ജലത്താൽ ഒഴുകുന്നവൻ. എന്നിട്ട് അവന്റെ കഥയാണ് ഈ ജോസെഫുസ് ഫ്ലാവിയൂസ് എന്ന് പറയുന്ന മനുഷ്യൻ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കുസ്പിയൂസ് ഫാദുസ് എന്ന് പറയുന്ന യഹൂദരുടെ ഗവർണർ ആയിരുന്ന ഈ കുസ്പിയൂസ് ഫാദുസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ ഗവർണറുടെ കാലത്ത് ഈ തെവുദാസ് ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ ശക്തി
സ്വർഗത്തിൽ നിന്നുള്ള ശക്തിയാണ്. ഞാനൊരു പ്രവാചകനാണ്. ഈ ജോർദാൻ നദിയെ രണ്ടായിട്ട് ഭാഗിക്കാൻ എനിക്ക് കഴിവുണ്ട്. ആൾക്കാരെല്ലാം കൂടെ കൈയടിച്ചു. കാരണം വലിയൊരു പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യഹൂദരെല്ലാവരും കൂടെ ഇവന്റെ പുറകെ ചെന്ന് അങ്ങനെ ജോർദാൻ നദിയുടെ അടുത്ത് ചെന്നിട്ട് സ്വർഗത്തിലെ ശക്തിയൊക്കെ വിളിച്ച് ഈ മനുഷ്യൻ ഈ നദി ഭാഗിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് ഈ ഗവർണർ എന്ത് ചെയ്തു? ഗവർണർ പടയാളികളെ അയച്ച് ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് ഈ തൗദാസിന്റെ തല അങ്ങ് വെട്ടി. അതോടുകൂടി തൗദാസ് ആരംഭിച്ച പ്രസ്ഥാനം നാമാവിശേഷമായി. അദ്ദേഹം മരിച്ചു. തൗദാസോടുകൂടി പോയോടുകൂടി വലിയൊരു സമൂഹം ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഫോളോവേഴ്സ് എല്ലാം പണി നോക്കിപ്പോയി. ഗമാലിയൽ പറഞ്ഞു, ഇങ്ങനൊരു തൗദാസ് ഉദയം ചെയ്തില്ലേ? അതാണ് നമ്മൾ വായിച്ചത് അല്ലേ? ഒരു തൗദാസ് നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തില്ലേ? ജോർദാൻ നദിയൊക്കെ വിഭജിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തായി? ആളില്ലല്ലോ, ഇപ്പം അനുയായികളില്ലല്ലോ. എന്നിട്ട് അടുത്ത വചനത്തിൽ പറയാണ്, ഇത് കൂടാതെ യൂദാസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു സംഭവം പറയണം. ഗലീലിയക്കാരൻ യൂദാസ്, യൂദാസ് കറിയാത്തല്ല, വേറൊരു യൂദാസ്. യൂദാസ് എന്ന് പറയുന്നത് സെലക്ടുകൾ എന്ന തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ്. സായുധ വിപ്ലവത്തിലൂടെ റോമാ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയ ആളാണ് ആര്? യൂദാസ്. ഇപ്പൊ യൂദാസ് എന്തിയെ? ഗമാലിയൽ ചോദിച്ചു, റോമാക്കാർക്കെതിരെ പട്ടാള വിപ്ലവം നയിച്ച യൂദാസ് ഇപ്പൊ എവിടെ? അവന്റെ അനുയായികൾ എവിടെ? റോമക്കാർ അവനെ പിടിച്ച് കൊന്നു. എന്നിട്ട് പറഞ്ഞു, യേശു ഇതുപോലൊരു സംഘത്തെ കൊണ്ട് ജീവിച്ചു. യേശുവിനെയും നമ്മൾ കൊന്നു. സ്വാഭാവികമായിട്ടും യേശു മരിക്കുമ്പോ യേശുവിന്റെ അനുയായികൾ എവിടെ പോവും? നാമാവിശേഷമായി പോവും. എന്നിട്ട് ഗമാലിയൽ പറഞ്ഞു, ശ്രദ്ധിക്കണേ മക്കളെ, കൂട്ടുകാരെ, മനുഷ്യനിൽ നിന്നാണ് ഇതെങ്കിൽ താനേ ഇത് നിന്നുപോകും. മനുഷ്യനാണോ ഇത് തുടങ്ങിയത്? യേശു ഒരു സാധാരണ മനുഷ്യനാണോ? നമ്മൾ ആരും ഒന്നും ചെയ്യണ്ട, താനേ തനിയെ ഇത് നിന്നുപോക്കോളും. പക്ഷേ അടുത്ത വചനം, ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ നമ്മളൊക്കെ ഉച്ചി കുത്തി നിന്നാലും ഇതിനെ തൊടാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്നാണെങ്കിലോ ഇവരെ നശിപ്പിക്കാൻ നമുക്കാവില്ല. ഇതറിയണം. എന്നിട്ട് പറയാണ്, മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവർ എന്ന് നാം എണ്ണപ്പെടും. ഇതാണ് ആത്മീയതയിൽ അന്ധത ബാധിച്ചവരുടെ രണ്ടാമത്തെ സ്വഭാവം, ദൈവത്തെ എതിർക്കുന്നവർ. ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് തെയോമാക്കോയ് എന്നൊരു വാക്കാ. തെയോമാക്കോയ് എന്താണ്? തെയോമാക്കോയ്. ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ദൈവത്തോട് പടവെട്ടുന്നവർ. ഗോഡ് ഫൈറ്റേഴ്സ്, ഓപ്പണൻസ് ഓഫ് ഗോഡ്, ദൈവത്തെ എതിർക്കുന്നവർ, തെയോമാക്കോയ്. ഗമാലിയൽ പറഞ്ഞു, നമ്മൾ ഈ ജനത്തെ വെറുതെ വിട്ടേര്, മനുഷ്യനിൽ നിന്നാണ്, താനേ തീർന്നോളൂ, നമ്മളൊന്നും ചെയ്യണ്ട. ഇവരെ തലവെട്ടാനും പോണ്ട, ഈ ശിഷ്യന്മാരെ വിലക്കാനും പോണ്ട, അടിക്കാനും പോണ്ട, ഒന്നും ചെയ്യണ്ട, താനേ തീർന്നോളൂ. ഇല്ലയോ നമ്മൾ എന്തെല്ലാം വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവത്തിൽ നിന്നാണെങ്കിൽ. മാത്രമല്ല ദൈവത്തോടെതിരിടുന്നവർ എന്ന് നാം എണ്ണപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ അന്ധകാരത്തിൽ വീഴുന്ന ആളുകളുടെ ഒരു രണ്ടാമത്തെ പ്രത്യേകതയാണ് ദൈവീക സംവിധാനങ്ങളെ വെറുതെ അങ്ങ് എതിർക്കും. അവിടെ ഇവിടെയൊക്കെ നിന്ന് പറയുകയും കേൾക്കുന്നതൊക്കെ കേട്ടിട്ട്, യൂട്യൂബിലൂടെ കേൾക്കുന്നത് കേട്ടിട്ട്, ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലും ആളുകൾ പറയുന്നത് കേട്ടിട്ട്, ഇങ്ങനെ ഒരുപാട് നിരീശ്വരവാദികള്, ഒരുപാട് യുക്തിവാദികള് അവിടെ ഇവിടെയും വലിയ വലിയ സംഘങ്ങൾ വിളിച്ചുകൂട്ടി അവർക്കിതൊരു ഹരമാണ്. ദൈവമില്ല എന്ന് പറയും. അവിടെ ദൈവമില്ല എന്ന് പറയാൻ വേണ്ടി എന്തിനാ ഇത്ര സ്ട്രെയിൻ എടുക്കുന്നേ? ദൈവമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ദൈവമില്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. കഷ്ടപ്പെട്ട് സ്ഥാപിക്കുക ദൈവമില്ലെന്ന്. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട്
ഈ യുക്തിവാദികളുടെ പുറകെ, നിരീശ്വരവാദികളുടെ പുറകെ ഈ വിശ്വാസികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടന്നിട്ട് അവസാനം ചെറിയൊരു വിഷയം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആദ്യമേ ഈ വിഷയം സഭയ്ക്കെതിരെ, ആദ്യമേ ഈ വിഷയം ദൈവത്തിനെതിരെ, പ്രാർത്ഥനയ്ക്കെതിരെ, പൗരോഹിത്യത്തിനെതിരെ. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഇങ്ങനെ അടിക്കുറിപ്പുകൾ ഇങ്ങനെ എഴുതി വിടുക, കമന്റ്സ് എഴുതി വിടുക, പച്ചത്തെറി അങ്ങനെ വിളിച്ച് എഴുതി വിടുക. ദൈവത്തിന്റെ വചനം, എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മറക്കരുത്. ശ്ലൈഹിക സഭയുടെ സ്ഥാപകനും അത് വിളിച്ചുകൂട്ടിയവനും ദൈവമാണെങ്കിൽ അതിനെ എതിർക്കുന്നവൻ ദൈവത്തോടാണ് പടവെട്ടുന്നത്. ഇതാണ് ഗമാലിയേൽ പറഞ്ഞത്. ഈ സംവിധാനത്തെ, ഈ ആദിമസഭയെ, ഈ നസ്രായന്റെ ഈ കൂട്ടത്തെ, ഈ നസ്രാണികളെ നമ്മൾ എതിർക്കുകയാണെങ്കിൽ, ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ നമ്മൾ പടവെട്ടുന്നത് ദൈവത്തോടാ. അതുകൊണ്ടാണ് സാവൂളിനോട് പറഞ്ഞത്, സാവൂൾ, സാവൂൾ, നീ ഇരുമ്പാണിയിൽ തൊഴിക്കരുത്. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. ശ്ലൈഹിക സഭയുടെ സ്ഥാപകനും ഭരണകർത്താവും ദൈവമാണെങ്കിൽ നരക കവാടങ്ങൾക്ക് അതിനെതിരെ പ്രബലപ്പെടാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ ദൈവമക്കളെ, നമ്മൾ അതിനോട് വാക്കുകൊണ്ടോ ഒരു ചിന്ത കൊണ്ടോ പോലും എതിര് നിൽക്കരുത്. ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ, ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ. കാരണം എന്താണെന്നറിയാമോ? അതിന് കുറവുണ്ട്, സഭയ്ക്ക് കുറവുണ്ട്. സഭയിൽ താമസിക്കുന്നവർ, ജീവിക്കുന്നവര് വിശുദ്ധരല്ല. സഭ പക്ഷേ ശ്ലൈഹികവും വിശുദ്ധവുമാണെന്ന് പറയാൻ കാര്യം, സഭയുടെ കൂടെ നടക്കുന്നത് പരിശുദ്ധനായ ദൈവമായതുകൊണ്ടാണ്. ദൈവം സഭയിൽ ഉള്ളത് കൊണ്ടാണ്, സഭയോടൊപ്പം നടക്കുന്നത് കൊണ്ടാണ് സഭ വിശുദ്ധമാണെന്ന് പറയുക. പക്ഷെ സഭയിലുള്ളവര് വിശുദ്ധരായതുകൊണ്ടല്ല. സഭ പാപത്തിലും ദൗർബല്യങ്ങളിലും കുറവുകളിലും ബലഹീനതകളിലുമാ. പക്ഷേ സഭയോടൊത്തു നടക്കുന്നവൻ പരിശുദ്ധനായതുകൊണ്ടാ സഭ തിരുസഭ എന്ന് വിളിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ സഭയുടെ സംവിധാനങ്ങളോട്, ശ്ലൈഹികമായ പിന്തുടർച്ചകളോട്, കൗദാശിക പിന്തുടർച്ചകളോട് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു വിചാരം കൊണ്ട് പോലോ ദയവായി എതിര് നിൽക്കരുത്. ഗമാലിയേൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ നാം അതിനെ എതിർത്താൽ നാം ദൈവത്തെ എതിർക്കുന്നവരാണ്. തെയോമാക്കോസ് എന്ന് വിളിക്കപ്പെടും. ദൈവത്തെ എതിർക്കുന്നവരുടെ എണ്ണത്തിൽ പെട്ടുപോകും നമ്മൾ. ഇതാണ് ഈ അന്ധകാരത്തിൽ വീഴുന്നവരുടെ രണ്ടാമത്തെ പ്രത്യേകത. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ശ്ലൈഹിക സഭയിലെ അവരെന്താണ് ചെയ്തതെന്ന് പിന്നീട് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ശിഷ്യന്മാരെന്താ ചെയ്തത്? അവസാനം അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട്. ഒന്നാമത്തെ കാര്യം, ശ്ലൈഹിക സഭയിലെ അംഗങ്ങൾ അഥവാ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ എന്താ ചെയ്യുന്നറിയാമോ? യേശുവിന്റെ നാമത്തെ പ്രതി വേദനകൾ വരും, സഹനങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, കഷ്ടപ്പാടുകളുണ്ടാകും. അത് സഹിക്കാൻ കിട്ടിയ ഭാഗ്യത്തെ പ്രതി ദൈവത്തിന് നന്ദി പറയും. ഇതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തതോ, എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തുവെന്ന് പഠിപ്പിക്കുന്നതിലും. രണ്ടാമത്തെ രീതി അതാ. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കും. ഇതാണ് ശ്ലൈഹിക സഭയിൽ അംഗങ്ങളുടെ പ്രത്യേകത. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഏതൊക്കെ തിരക്കുണ്ടെങ്കിലുണ്ടല്ലോ, ശുശ്രൂഷയോട് ചേർന്നേക്കും. കർത്താവിന് വേണ്ടിയിട്ട്, യേശുവാണ് കർത്താവെന്ന് ഭവനങ്ങൾ തോറും ചെന്ന് സംസാരിക്കും, ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിക്കും. ഇത് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട്, അവന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു മനസ്സുണ്ടോ? ഇതാണ് ശ്ലൈഹിക സഭയിലെ അംഗങ്ങളുടെ പ്രത്യേകത. ഒന്ന്, സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാകും. രണ്ട്, യേശു കർത്താവാണെന്ന് പറയും, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തും. ഇതാണ് ദൈവമക്കൾ. അല്ലാത്തവരെല്ലാം തെയോമാക്കോസ് എന്നറിയപ്പെടും. എന്താണ് തെയോമാക്കോസ് എന്ന് പറഞ്ഞ? ദൈവത്തെ എതിർക്കുന്നവർ, ദൈവത്തെ എതിർക്കുന്നവർ, തെയോമാക്കോസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇരുള് വീണ, ആത്മീയ മണ്ഡലത്തിൽ ഇരുള് വീണ, നിഴല് വീണ, ഇരുട്ട് വീണ, അന്ധകാരം വീണ ആൾക്കാരുടെ രണ്ട് സ്വഭാവങ്ങളാണ്. ഒന്ന്,
ദൈവത്തെ മറക്കും, വന്ന വഴി മറക്കും, ദൈവം നടത്തിയ തന്ന അനുഗ്രഹങ്ങളെ മറന്നുപോകും. ഒരിക്കൽ പോലും ദൈവത്തിന് നന്ദി പറയാൻ പറ്റാതാവും. എന്നിട്ട് പറയും, ഞാൻ അധ്വാനിച്ചതുകൊണ്ട്, ഞാൻ എല്ലുമുറിയെ പണിതുകൊണ്ടാ പല്ലുമുറിയെ തിന്നുന്നത്. ഇങ്ങനെ ഞാനെന്ന് പറഞ്ഞ് ജീവിക്കും. 2, ദൈവത്തോട് മല്ലിടും, ദൈവത്തോട് എതിർക്കും. ദൈവിക സംവിധാനങ്ങളെ ആരെങ്കിലുമൊക്കെ എതിർക്കുന്നത് കാണുമ്പോൾ കൈയടിച്ച് അതിന് പക്ഷം ചേരും. ഇത് 2 അന്ധകാരം വീണ ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അവരോട് ഈശോയെക്കുറിച്ച് പറയുകയും ഈശോ അവർക്ക് ചെയ്ത നന്മകൾക്ക് വേണ്ടി നന്ദി പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനും, അങ്ങനെ കഠിനഭാവത്തിലായിരിക്കുന്നവരെ ഈശോയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവകരുണയുടെ ശുശ്രൂഷകളൊക്കെ. ദൈവകരുണയോട് നമുക്ക് കരുണക്കൊന്തയൊക്കെ ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് കഠിനപാപികൾക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിന്ന്, ദൈവമേ, ഈ മേഖലകളിൽ എനിക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടി ആരാധനയിൽ സമർപ്പിക്കും.